2026 യുദ്ധങ്ങളുടെ വർഷമായിരിക്കുമോ? അടുത്ത വർഷത്തിന്റെ ഭയാനക സാധ്യതകൾ പ്രവചിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ മിസ്റ്റിക്കായ അത്തോസ് സലോമി. 39കാരനായ ആത്തോസ് സലോമി കൊറോണ മഹാവ്യാധിയുടെ വരവും 2022 എലിസബത്ത് രാജ്ഞിയുടെ മരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രവചിച്ച് ഖ്യാതി നേടിയ വ്യക്തിയാണ്. 2026 രാഷ്ട്രീയ അസ്ഥിരതയും ആഗോള സംഘർഷവും ഉൾപ്പെടെയുള്ള ചില അശുഭകരമായ ദർശനങ്ങൾ ആത്തോസിന്റെ സ്ഫടിക പന്ത് മുന്നോട്ട് വച്ചിട്ടുണ്ട്. വിജയികളില്ലാത്ത യുദ്ധങ്ങൾ നിലനിൽക്കും എന്നും കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ വഷളാകുമെന്നും ഇത് കൂടുതൽ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആഴ്ച ആദ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സമാധാന ചർച്ചകൾക്കായി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം തുടരുകയുള്ളൂവെന്ന് ആത്തോസ് പ്രവചിച്ചിരുന്നു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഫലം അതിർത്തികളോ പ്രദേശമോ വ്യക്തമാക്കുന്ന ഔപചാരിക ഉടമ്പടിയില്ലാതെ പുരോഗതികളും പിൻവാങ്ങലുകളും ഉള്ള ഒരു നീണ്ട സ്തംഭനാവസ്ഥ ആയിരിക്കുമെന്ന് ആത്തോസ് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും യുക്രൈനുമായി സഖ്യത്തിലായിരിക്കുന്ന യൂറോപ്പിന്റെ ബാക്കി ഭാഗങ്ങൾ ജാഗ്രത പാലിക്കണം എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ സംഘർഷം ബാധിച്ച ലോകത്തിലെ ഒരേയൊരു മേഖല കിഴക്കൻ യൂറോപ്പ് മാത്രമല്ല. തായ്വാനിൽ വിഘടനവാദ ശക്തികൾ എന്ന് വിളിക്കുന്നവരുമായി ചൈന ഏറ്റുമുട്ടുമ്പോൾ ആത്തോസും കിഴക്കൻ ഏഷ്യയെക്കുറിച്ചും അത്ര പ്രതീക്ഷയോടെയല്ല കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഈ ആഴ്ച തായ്വാനു ചുറ്റും ചൈന സൈനികാഭ്യാസങ്ങൾ നടത്തിയിരുന്നു. തായ്വാൻ പിടിച്ചെടുക്കുക എന്നത് ചൈനയുടെ ദീർഘകാലമായുള്ള ലക്ഷ്യമാണ്. ജസ്റ്റിസ് മിഷൻ 2025 എന്ന രഹസ്യ പേരിട്ട അഭ്യാസങ്ങൾ അമേരിക്ക തായ്വാന് $11 ബില്യൺ ആയുധങ്ങൾ വിൽക്കാൻ അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് നടന്നത്. ഇത് ചൈനയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരിക്കുന്നു. ചൈന തായ്വാനെതിരെ ബലപ്രയോഗം നടത്തിയാൽ ജപ്പാന് അതിജീവനത്തിന് അപകടകരമായ സാഹചര്യം നേരിടേണ്ടി വരുമെന്ന് നേരത്തെ മുന്നറിയിപ്പും ചൈന നൽകിയിരുന്നു. ചരിത്രപരമായി റൂക്യു ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഒഖിനാവ പ്രിഫെക്ചറിന് മേലുള്ള ജപ്പാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ലേഖനങ്ങൾ ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംഘർഷങ്ങൾ ഒരു പൂർണ്ണമായ അധിനിവേശമായി പരിണമിക്കാൻ സാധ്യതയില്ലെങ്കിലും ഘട്ടം ഘട്ടമായുള്ള ഉപരോധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക പോരാട്ടങ്ങൾ, സെമി കണ്ടക്ടർ വിതരണത്തിനുള്ള പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് ആത്തോസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം പശ്ചിമ ആഫ്രിക്കയും സാഹേൽ മേഖലയും അവസാനമില്ലാത്ത അസ്ഥിരതയിലും തടസ്സത്തിലും കുടുങ്ങിക്കിടക്കും. ഇതാണ് ആത്തോസ് പ്രവചിക്കുന്നത്. 2025 ഡിസംബറിലെ UN സുരക്ഷാ കൗൺസിൽ പ്രതിമാസ പ്രവചനത്തിൽ ബുർക്കിന ഫാസോ, മാലി, നൈജർ എന്നിവിടങ്ങളിൽ സായുധ സംഘങ്ങളുടെയും തീവ്രവാദികളുടെയും ആക്രമണങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഈ വർഷവും വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ആത്തോസ് പ്രവചിക്കുന്നുണ്ട്. US-ലെയും മെക്സിക്കോയിലെയും നഗരങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഉൾപ്പെടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പ്രധാന പരിപാടികളും അത്തരം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുമെന്നും ആത്തോസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് നിരവധി മികച്ച കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രവചനം.